ഹലോ നമസ്കാരം, എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സ്വപ്നയ്ക്ക് സുഖമാണ് എന്ന മല്ലിക യൂനിസ് നോവലിൻ്റെ 10ാമത്തെ എപ്പിസോഡ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഒതുക്കുകലുകൾ ഓരോന്നായി ചവിട്ടിക്കയറി മുറ്റത്തെത്തുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് അക്ഷമനായി നിൽക്കുന്നത് കണ്ടു. നീ എന്താ ജയകൃഷ്ണ ഇത്രയും താമസിച്ചത്? കാത്തുനിൽപ്പിൻ്റെ മടുപ്പ് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ചേച്ചി പിടിച്ചു നിർത്തി. ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഊണ് കൊടുക്കാതെ അവൾ വീട്ടിലെന്ന്. വിജയസ്മിതമായി അമ്മ അകത്തു നിന്നും വന്നു. അവൾക്ക് സുഖാണോടാ? ചോദ്യം അമ്മയുടേതായിരുന്നു. ഉവ്. പ്രസാദം ഉണ്ടായിരുന്നു അവിടെ? ഉവ്, അളിയനിന്ന് ഓഫാണ്. അതെന്തായാലും കാര്യമായി. നേരിട്ട് കണ്ട് യാത്ര ചോദിക്കാൻ പറ്റിയല്ലോ. അമ്മയ്ക്ക് സമാധാനമായി. ഇനി വെയിലാറിയിട്ട് നീ മംഗലത്ത് പോകണം. വിവരമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നേരിട്ട് ഇന്ന് ബാലൻ കുഞ്ഞിൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങണം. പത്തായത്തിന് പുറത്ത് ഉച്ചമയക്കത്തിനു വേണ്ടി പായ വിരിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. ഉവ്. അകത്ത് കയറി ഷർട്ട് മാറ്റുന്നതിനിടയിൽ ജയന്തിയുടെ മുഖം വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഏതോ വാരിക വായിക്കുകയായിരുന്നു അവള്. കയ്യിലത് ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നു. ചേട്ടനും ചേച്ചിയും കൂടി വല്ലാതെ സൽക്കരിച്ചു കളഞ്ഞെന്ന് തോന്നല്ലോ, അവൾ ചോദിച്ചു. ഉവ്, സൽക്കരിക്കുക മാത്രമല്ല, ഇത് കണ്ടോ? പോക്കറ്റിൽ നിന്നും 100 നോട്ടെടുത്ത് കാണിച്ചു. ആ മുഖത്ത് അതിശയം വിടുന്നു. ഏട്ടൻ്റെ ഭാഗ്യം. ഈ ഭാഗ്യം നിനക്കും വരും. നന്നായി പഠിക്ക്. ജോലി കിട്ടി യാത്ര അധിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒരു 10 നോട്ട് ഞാൻ കയ്യിൽ വെച്ച് തരുന്നുണ്ട്. വാക്ക് മാറരുത്. ഇല്ല. തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ചോദ്യം ഉണ്ടായി. ചേച്ചി സുഖമായിരിക്കുന്നോ? ഉവ്. നിന്നെ അന്വേഷിച്ചു. പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ പോയി കഴിഞ്ഞിരിക്കുന്നതെന്ന് തോന്നി. കസരയിലിരിക്കുമ്പോൾ ഉള്ളിൽ ആഹ്ലാദം തിരയടിക്കുന്നുണ്ടായിരുന്നു. ഒരു കണക്കിൽ ഭാഗ്യവാൻ തന്നെയാണ് താൻ. ഫൈനൽ ഇയർ പരീക്ഷ കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. കഴിഞ്ഞ വർഷം ആദ്യം എഴുതിയ PSC പരീക്ഷയാണ് ഇപ്പോൾ ഭാഗ്യരൂപേണ തന്നെ കടാക്ഷിച്ചിരിക്കുന്നത്. ഉറക്കമളിച്ച് പഠിച്ചതിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് മുമ്പ് അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടി. ഇതായപ്പോൾ നിയമനോത്തരവ്. കവലയിലും വായനശാലയിലൊക്കെ ഇപ്പോൾ ശിരസ് ഉയർത്തിപ്പിടിച്ച് നടക്കാം. ആ വേലപ്പന്നാരുടെ കാലം തെളിഞ്ഞു. പെണ്ണിനെ തെറ്റില്ലാത്ത രീതിയിൽ ഇറക്കിവിട്ടു. ഇപ്പോഴിതാ മോന് സർക്കാർ ജോലിയും. ആൾക്കാരുടെ അഭിപ്രായം കാതിൽ വീഴാതിരുന്നില്ല. കാലം തെളിഞ്ഞത് അച്ഛൻ്റെതായാൽ കൂടി താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി പുസ്തകങ്ങളോട് എന്നേക്കുമായി വിട പറയാം. ടച്ച് വിടുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതിയെടുക്കണം ചെയ്യാം. ഈ പ്രായത്തിൽ സർവീസിൽ കയറുന്നല്ലേ, പ്രൊമോഷൻ ഒരുപാട് സാധ്യതയുണ്ട്. ജോലിയിലിരിക്കുന്ന പലരും ഉപദേശിച്ചിട്ടുള്ളത് മറന്നിട്ടില്ല. നീ എന്തെടുക്കുക? വാതുക്കലമ്മ. എന്നാ എണ്ണ കുപ്പി പൊട്ടിപ്പോവാതെ എവിടെയെങ്കിലും ഒതുക്കി വെക്കി. കാച്ചി എണ്ണ നിറച്ച കുപ്പി സൂക്ഷിച്ചു വാങ്ങി പേപ്പറിൽ പൊതിഞ്ഞ് ബാഗിൻ്റെ ഒരു മൂലയിൽ വെച്ചു. ഞാൻ ചായ ഇട്ടോട്ട് വരാം. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് മംഗലത്ത് പോയി വാ. അതിരാവിലെ യാത്ര പുറപ്പെടേണ്ടതല്ലേ, അമ്മ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ചായ കുടി കഴിഞ്ഞ് വീണ്ടും ഷർട്ട് എടുത്തിട്ടു. ഇനി അവിടെ മാത്രമേ യാത്ര ചോദിക്കാനുള്ളൂ. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ ഇതിനകം താൽക്കാലികമായി വിട പറഞ്ഞിരിക്കുന്നു. അച്ഛൻ പാതി മയക്കത്തിലാണ്. താൻ വരാൻ വൈകിയത് കാരണം ആ വിശ്രമവും നീണ്ടു. ഉണർത്താതിരിക്കുന്നതാണ് ഭംഗി. ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി നടന്നു. ഒതുക്കുകല്ലുകൾ ഇറങ്ങി നടവഴി കടന്ന് തെങ്ങിൻ തോപ്പുകളുടെ അരികു പറ്റി നടക്കുമ്പോൾ അശേഷം ധൃതിയുണ്ടായിരുന്നില്ല. നാളെ താൻ ചെന്നെത്തുന്നിടം എങ്ങനെയുള്ള സ്ഥലമാകുമെന്ന് ഓർക്കുകയായിരുന്നു. പ്രസിദ്ധമൊന്നുമല്ലാത്ത ഏതോ ഒരു ഉൾനാടൻ പ്രദേശമാണെന്ന് തോന്നുന്നു. വഴിയൊക്കെ പറഞ്ഞു തന്നത് മോഹനാണ്. അവൻ്റെ ഏതോ ഒരു ബന്ധു വിവാഹം കഴിച്ചിരിക്കുന്നത് അതിനടുത്ത് എവിടെയോ നിന്നാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ അവൻ്റെയും പേരുണ്ട്. പക്ഷെ കുറേ പിന്നോട്ടാണെന്ന് മാത്രം. വലിയ ഹോപ്പൊന്നുമില്ല. 3 വർഷത്തിനകം കിട്ടിയാൽ കിട്ടി. നിരാശ നിറഞ്ഞ ഭാവമായിരുന്നു മോഹന്. സൂര്യൻ്റെ തിരുനാളങ്ങൾ ഇടതൂർന്ന തെങ്ങിൻ തലപ്പുകൾക്കിടയിലൂടെ മണ്ണിൽ വീണ് കിടന്നിരുന്നത് ചവിട്ടിക്കുറേ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ മംഗലത്തെ വലിയ ഗേറ്റ് കണ്ണിൽപ്പെട്ടു. ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ പടരുന്നതറിഞ്ഞു. ബാലേന്ദ്രൻ സാറിൻ്റെ കല്യാണത്തിനാണ് താൻ ഒടുവിൽ ഇവിടെ വന്നത്. ഏകദേശം 1 മാസം മുമ്പ്. നാട് കണ്ട ഏറ്റവും വലിയൊരു വിവാഹാഘോഷമായിരുന്നു അത്. ടൗണിലെ ഒരു ബിസിനസ്സുകാരൻ്റെ മകളായിരുന്നു വധു. സർവാംഗവും പൊന്നുകൊണ്ട് മൂടിയ നീണ്ടു മെലിഞ്ഞൊരു പെൺകുട്ടി. നിശ്ചയത്തിൻ്റെ അന്ന് ആ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഹൃദയത്തിൽ പതിഞ്ഞു കിടന്ന മറ്റൊരു മുഖമാണ്. സ്വപ്നയോളം സൗന്ദര്യമില്ലെങ്കിലും ബാലേന്ദ്രൻ സാറിന് ആ കുട്ടി നന്നേ ഇണങ്ങുമെന്ന് തോന്നി. പോരാഞ്ഞ് നല്ല സ്വഭാവ ഗുണവും. ടൗണിലെ പരിഷ്കാരങ്ങളും നാട്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവം കൊച്ചാണെന്ന് അച്ഛൻ ആത്മസംതൃപ്തിയോടെ പറയുമായിരുന്നു. ആ കാര്യം ഓർത്തു. കാറിൽ ഇരുവരും ഒന്നിച്ചു പോകുന്നത് താൻ കണ്ടു. 1-2 തവണ കണ്ടിരുന്നു. ബാലേന്ദ്രൻ സാറിൻ്റെ മുഖത്ത് തെളിച്ചം വീണത് വിവാഹം കഴിച്ചതിന് ശേഷമാണ്. പക്ഷെ അമ്മ കല്യാണത്തിനന്ന് മകനെയും ഭാര്യയെയും ആരതിയൊഴിഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കണ്ണുകളും നിറഞ്ഞിരുന്നു. തന്നിഷ്ടത്തിന് സ്വപ്നം ഇറങ്ങി തിരിച്ചതിന് ശേഷം അവ തോർന്നിരുന്നില്ല.
എല്ലാം കഴിഞ്ഞിട്ടും ഒരു വർഷമാകുന്നു. പക്ഷേ അമ്മയെ കാണുമ്പോൾ സവത്സരങ്ങളുടെ പ്രായാധിക്യം ഒറ്റയടിക്ക് കൈവന്നതുപോലെ. വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ പെട്ടെന്ന് തന്നെയാണ് ആ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടത്. തീർത്താൽ തീരാത്ത മനോവേദനയാണല്ലോ സ്വപ്ന എല്ലാവർക്കും നൽകിയതെന്നോർത്തു. അന്ന് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് സ്വന്തം കൂടപ്പുറപ്പിനെ തള്ളിപ്പറയുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയിരുന്നില്ല. പ്രേമത്തിന് അത്രമാത്രം ശക്തി ഉണ്ടാവുമോ? പ്രത്യേകിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്ന ഇപ്പോൾ എവിടെയായിരിക്കും? ആഗ്രഹിച്ച ആളിനെ തന്നെ കിട്ടിയതുകൊണ്ട് വീട്ടുകാരെക്കുറിച്ചുള്ള ചിന്ത ആ മനസ്സിലുണ്ടാവില്ല. ചിന്തകളിൽ മുഴുകി ഇരുന്നതുകൊണ്ട് നടന്നതെന്ന് അറിഞ്ഞില്ല. ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ കണ്ടു. ബാലേന്ദ്രൻ സാറിൻ്റെ കാറ് പോർച്ചിലുണ്ട്. ഭാഗ്യം, ആള് പുറത്തു പോയിട്ടില്ല. പൂവത്ത് വാതിൽ തുറന്നു കിടക്കുന്നു. അതൊരു അനുഗ്രഹമായി തോന്നി. ഇല്ലെങ്കിലും മുറ്റം ചുറ്റി വളഞ്ഞ് പിന്നാമ്പുറത്തേക്ക് പോകണം. അല്ലാതെ അതിഥികളെ പോലെ ഡോർബെല്ലടിച്ച് ആരെയും ശല്യപ്പെടുത്താനാവില്ല. പണ്ടും അതാണല്ലോ പതിവ്. പടിയിൽ ചെരുപ്പഴിച്ചിട്ട് വാതിക്കൽ ചെന്ന് നിന്നു. സിറ്റിയിൽ അദ്ദേഹം എങ്ങോ പോകാനിറങ്ങുന്ന വേഷം. അല്ല, ആരിത്? ജയകൃഷ്ണനോ? വരൂ. തന്നെ കണ്ടു കഴിഞ്ഞ നിമിഷം ആ മുഖം പ്രസന്നമായി. ഭവ്യതയോടെ അകത്തേക്ക് ചെന്നു. ഇരിക്കി. ഒന്നും അടിച്ചിട്ടാണെങ്കിലും എതിരെയുള്ള സിറ്റിയിലിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് വന്നത് നന്നായി. എന്തായാലും അതൊരു കാര്യമായി. നാളെ രാവിലെ പുറപ്പെടൂല്ലേ? മുഖപോരെയൊന്നുമില്ലാതെ അന്വേഷണം. ഉവ്, താമസ സൗകര്യമൊക്കെ അവിടെ ചെന്നിട്ട് വേണം തിരക്കാൻ. അധികം ദൂരത്തല്ലല്ലോ. ആഴ്ചതോറും വീട്ടിൽ വരണം. വരാം. ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും സൗകര്യപ്രദമായൊരു പോസ്റ്റിംഗ് വാങ്ങായിരുന്നു. കുറ്റപ്പെടുത്തലിനേക്കാൾ മറ്റെന്തോ ആണ് സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇത്ര പെട്ടെന്ന് നിയമനം ഉണ്ടാകുമെന്ന് കരുതിയില്ല. എനിവേ, യു ആർ വെരി ലക്കി ജയകൃഷ്ണൻ. ഈ പ്രായത്തിലൊരു സർക്കാർ ജോലി തരപ്പെടുത്തിയെടുക്കാന്ന് വെച്ചാൽ അതിനൊരു യോഗം വേണം. ആത്മഹർഷം നിറഞ്ഞ പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. എന്തായാലും പോയി ജോയിൻ ചെയ്. ഇവിടെങ്ങാനും ഒഴിവുണ്ടാകുമോ നമുക്ക് നോക്കാം. അദ്ദേഹം അകത്തേക്ക് നോക്കി ഉറക്കെ ഭാര്യയെ വിളിച്ചു. രമ്യയാണ് ഇറങ്ങി വന്നത്, പുറത്തു പോകാനുള്ള ഒരുക്കത്തിൽ. ഏട്ടത്തി ഡ്രസ്സ് ചെയ്യുക. തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് സൗഹൃദം വിടർന്നു. ജോലി കിട്ടിയില്ലേ? ചോദ്യമുണ്ടായി. ഉവ്, 10ാം തരത്തിലായിരുന്നു രമ്യയും ജയന്തിയും. റിസൾട്ട് 1-2 ദിവസത്തിനകം ഉണ്ടാവും. രണ്ടുപേരുടെയും നമ്പർ തൻ്റെ പോക്കറ്റിലെ ഡയറിയിലുണ്ട്. ജേഷൻ വന്ന കാര്യം അമ്മയോട് പറയും. ചായ എടുത്തിട്ട് വാ, അദ്ദേഹം നിർദ്ദേശിച്ചു. വിലക്കുന്നതിന് മുമ്പ് രമ്യ അപ്രത്യക്ഷയായി. ചായ എത്തുന്നതിന് മുമ്പ് അമ്മ വന്നു. മുഖത്ത് പ്രസന്നതയുണ്ടായി. ഇന്ന് ജയം വരുമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. പിന്നീട് യാത്ര പുറപ്പെടുന്നതിനെക്കുറിച്ചായി അന്വേഷണം. മറുപടി പറയുമ്പോഴൊക്കെ ആ കണ്ണിൽ അടിഞ്ഞുകൂടി കിടന്നിരുന്ന വിഷാദം ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ ഒന്നും മറന്നിട്ടില്ല. അല്ലെങ്കിലും ഏതൊരമ്മയ്ക്കാണ് കഴിഞ്ഞതൊക്കെ മറക്കാൻ കഴിയുക? രമ്യ ചായ കൊണ്ടുവന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും. തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവർ മൊഴിഞ്ഞു. എനിക്കറിയാം, ജോലി കിട്ടിയെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഏറ്റവും അടുത്ത ഒരാളോടെന്ന പോലെയായിരുന്നു ആ പെരുമാറ്റം. പുറപ്പെടുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ സാറ് പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് എടുത്ത് 100ൻ്റെ 3 നോട്ടുകൾ കയ്യിൽ പിടിപ്പിച്ചു. വാങ്ങാൻ മടി തോന്നി. ഇരിക്കട്ടെ ജയ, സന്തോഷം കൊണ്ട് തരുന്നതാണ്. ശമ്പളം കിട്ടുന്നവരെ ചെലവിന് വേണ്ടേ? വാങ്ങിച്ച മോനെ. അമ്മയുടെ സ്നേഹമായ പിന്തുണ. അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ അമ്മയും താനും മാത്രമായി. ചേച്ചിയെയും ജയന്തിയെയും കുറിച്ചായി പിന്നീട് അമ്മയുടെ അന്വേഷണം. ഏറെ നേരം കഴിഞ്ഞ് യാത്ര ചോദിച്ചെഴുന്നേൽക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി. നന്നായി വാ മോനെ, നിനക്ക് നല്ലതേ വരൂ. വാക്കുകൾ ഉരുവിടുമ്പോൾ ആ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. അധ്യായം 29. ദൂരം കുറേ പിന്നിട്ടപ്പോഴേക്കും അച്ഛനിൽ നിന്നും ചോദ്യമുണ്ടായി. ജേഷ്ണ, നിനക്ക് ഓർമ്മയുണ്ടോ ഈ വഴി? തൻ്റെ മനസ്സിലും മറ്റൊന്നായിരുന്നില്ല. ടൗണിൽ നിന്നും ബസ് പകുതി ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിലെ സംശയിച്ചതാണ്. മുൻപൊരിക്കൽ ഈ വഴി താനും അച്ഛനും വന്നിട്ടില്ലേ? കാറിലായിരുന്നു അന്ന് യാത്ര, ബാലേന്ദ്രൻ സാറിൻ്റെ ഒപ്പം. എന്താ, അന്ന് നമ്മൾ ആ പയ്യൻ്റെ അച്ഛനെ തിരക്കി വന്ന സ്കൂള്. കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയ ആ സ്കൂൾ ഒന്നുകൂടി കാണാനായി തിരിഞ്ഞു നോക്കി. അച്ഛനെ തെറ്റിയിട്ടില്ല. എല്ലാം ഇന്നലത്തതുപോലെ ഓർക്കുന്നുണ്ട്. ഇവിടെ അടുത്തെവിടെയോ ആണ് ആ വീട്. അച്ഛൻ്റെ വാക്കുകൾ സ്ഥിരാമണ്ഡലത്തെ തൊട്ടുണർത്തി. സ്വപ്നയും അരുണിനെയും അന്വേഷിച്ച് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയത് ഓർക്കുന്നുണ്ട്. താനാണ് അന്ന് വീടിൻ്റെ മുമ്പിൽ ഒഴിച്ചിട്ടിരുന്ന കാറിൽ നിന്നും അരുണിൻ്റെ കൂട്ടുകാരനാണെന്ന് മട്ടിൽ തിരക്കി ചെന്നത്. അവിടെ തന്നെ അമ്മയോളം പ്രായം ചെന്ന ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുണിൻ്റെ അമ്മയാവുമെന്ന് മനസ്സ് പറഞ്ഞു. എല്ലാം മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നു. ഇവിടെ നമുക്ക് ഇറങ്ങേണ്ടത്. ബസ്സിൽ നിന്നിറങ്ങി ചെറിയ സൂട്ട് കേസും എടുത്ത് അച്ഛൻ എഴുന്നേറ്റു. ബാഗുമായിട്ട് പിന്നാലെ താനും. ചെറിയ ഒരു നാൽക്കവലയിലായിരുന്നു അത്. തൊട്ടുമുന്നിൽ കണ്ട കടയിൽ അച്ഛൻ ഓഫീസിനെ കുറിച്ച് അന്വേഷിച്ചു. കടക്കാരൻ ചൂണ്ടിത്തന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ണുകൾ പരതുകയായിരുന്നു. ഏതാണ് ആ വീട്? പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി ഈ വഴി തന്നെ ആയിരിക്കുമോ?
കവലിൽ നിന്നും തിരിഞ്ഞു പോകുന്ന മറ്റേതെങ്കിലും വഴിയിൽ ആയിക്കൊള്ളുന്നില്ല. ഏതായാലും താനും ഈ നാട്ടുകാരനാവാൻ പോവുകയാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇവിടെ അടുത്തെവിടെയാണ് ആ വീട്. ഏതാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മോനെ? അച്ഛൻ്റെ മനസ്സിലും ആ ചിന്ത തന്നെയായിരുന്നു. നോക്കട്ടെ, ചിലപ്പോൾ ഈ വഴി തന്നെ ആവണമെന്നില്ല. ശരിയാ, എന്തായാലും അന്ന് നമ്മൾ വന്ന സ്ഥലം ഇത് തന്നെയാണ്. ഈ സ്കൂളും കവലയൊക്കെ, അച്ഛൻ തീർത്തു പറഞ്ഞു. എതിരെ നടന്നു വന്നിരുന്ന പലരും തൻ്റെയും അച്ഛൻ്റെയും മുഖത്തേക്ക് തറപ്പിച്ചു നോക്കുന്നത് കണ്ടു. അപരിചിതത്തിൻ്റെ അകൽച്ച കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഉണ്ട്. ഒരു ഫർലോങ് നടന്നതേ ഉണ്ടായിരുന്നല്ലോ. തൊട്ടുമുന്നിൽ ഓഫീസിൻ്റെ ബോർഡ് കണ്ടു. ജൂനിയർ അഗ്രികൾച്ചർ ഓഫീസ്. വാച്ചിലേക്ക് നോക്കി. മണി 10:30 കഴിഞ്ഞിരിക്കുന്നു. വെളുപ്പിന് പുറപ്പെട്ടിട്ടും ടൗണിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ബസ് കിട്ടാൻ വളരെ വൈകി. ഏകദേശം അരമണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു. ഗേറ്റ് കടക്കുമ്പോൾ ഹൃദയമെടുപ്പിൻ്റെ വേഗത വർദ്ധിക്കുന്നു അറിഞ്ഞു. കൈകാലുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. വരാന്തയിലെ ജനാലയ്ക്കൽ നിന്നവർ അപരിചിതനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കി. അകത്തിരിക്കുന്നവരുടെ ശ്രദ്ധ തങ്ങളിലേക്കായി. ജോയിൻ ചെയ്യാൻ വന്നതാവൂല്ലേ? അകത്ത് സ്റ്റൂളിലിരുന്ന നീണ്ടുവലിഞ്ഞ ഒരാൾ മുഖം നിറയെ ചിരിയുമായിട്ട് എഴുന്നേറ്റ് വന്നു. പ്യൂണാവുന്ന മട്ടും ഭാവവും കണ്ടപ്പോൾ മനസ്സ് പറഞ്ഞു, മിനിഞ്ഞാന്നാണ് ഇവിടെ ഓർഡർ വന്നത്. മുറിക്കുള്ളിൽ മറ്റൊരു സീറ്റിലിരുന്ന കുറച്ച് പ്രായമുള്ള മറ്റൊരാൾ പറഞ്ഞു. പിന്നീടുള്ളത് ഒരു സ്ത്രീയാണ്. സാറിൻ്റെ മുറി അതാണ്, ചെന്നോളൂ. നിർദ്ദേശം ആരിൽ നിന്നും ഉണ്ടായി. കയ്യിലിരുന്ന ബാഗ് എടുത്ത് കണ്ട ബെഞ്ചിൽ വെച്ച് അച്ഛൻ്റെ നേരെ നോക്കി. ചെല്ല്. പോക്കറ്റിൽ നിന്നും നിയമന ഉത്തരവ് കയ്യിലെടുത്ത് മുന്നോട്ട് നടന്നു. ഹാഫ് ഡോർ തള്ളി തുറക്കുമ്പോൾ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തലയുയർത്തി. പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ. പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആളാവുമെന്നറിയാം, പക്ഷെ ഇത്ര പ്രായക്കുറവ് പ്രതീക്ഷിച്ചില്ല. ഡിഗ്രി എടുത്തിട്ട് അധിക നാളായിട്ടില്ലെന്ന് തോന്നുന്നു. നിയമന ഉത്തരവ് കയ്യിൽ വാങ്ങിയതിനു ശേഷമാണ് ഇരിക്കാൻ പറഞ്ഞത്. സൗഹൃദത്തിൻ്റെ ഒരു നേരിയ പുഞ്ചിരി ഇതിനകം ആ ചുണ്ടുകളിൽ വിരിയുകയും ചെയ്തു. അദ്ദേഹം നിർദ്ദേശിച്ചതിനനുസരിച്ച് ജോയിനിങ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഹാജർ പുസ്തകത്തിൽ ഓഫീസർ തന്നെയാണ് പേരെഴുതി ചേർത്തത്. ആദ്യത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു. ഔപചാരികമായ പരിചയപ്പെടുത്തലുകൾക്ക് ശേഷം ഓഫീസർ വാചാലനായി. ഇവിടെ ഗുമസ്തപ്പണിയേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന പണിയാവും മിസ്റ്റർ ജയകൃഷ്ണനെ ചെയ്യേണ്ടി വരിക. വരുന്നവരോടൊക്കെ നാവുകൊണ്ട് മല്ലിട്ട് നിൽക്കണം. പിന്നെ എല്ലാവർക്കും 100,000 സംശയങ്ങളാണ്. അതും തീർത്തു കൊടുക്കേണ്ടി വരും. ആ സംസാരം കെട്ടി ചിരി വന്നു. പോയി വരാവുന്ന ദൂരത്തെങ്ങാനാണോ വീട്? തുറന്ന് ചോദ്യമുണ്ടായി. അല്ല, അല്പം ദൂരമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എവിടെയെങ്കിലും കൂടേണ്ടി വരും. ഉവ്, വല്ല ലോഡ്ജോ മറ്റോ? അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരി വിടർന്നു. ഒരു രക്ഷയില്ല ജയകൃഷ്ണ. മിസ്റ്റർ ചേർത്തുള്ള വിളി ആൾ നിർത്തിയിരിക്കുന്നു. സംസാരിച്ചു വന്നപ്പോൾ ചിരപരിചിതരെ പോലെ ആയിരിക്കുന്നു എന്നോർത്തു. താമസ സൗകര്യം ഒരു പ്രശ്നമാണ് ഇവിടെ. പെട്ടിയും കിടക്കയായിട്ട് ഞാനാ ആദ്യം വന്നത്. ഭക്ഷണം കഴിക്കാൻ ഒരു നല്ല ഹോട്ടൽ പോലും ഇല്ലാത്തിടം. അപ്പോൾ സാറ് ഇവിടെ താമസിക്കുന്നു? സ്വന്തം വീട്ടിൽ തന്നെ. വണ്ടി എടുക്കേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 30-60 കിലോമീറ്റർ. അമ്മയ്ക്കും സന്തോഷമായി. ദിവസവും മോനെ കാണാമല്ലോ. ഉള്ളിൽ നിരുത്സാഹം ചേക്കേറുന്നു അറിഞ്ഞു. താമസ സൗകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഏതെങ്കിലും വീട്ടിലായിരിക്കുമെന്ന് മാത്രം. അതൊന്നും ശരിയാവില്ല. പിന്നീട് ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകളും. ജ്യേഷ്ഠ ഒരു കാര്യം ചെയ്യ്. തൽക്കാലം ഇതിൻ്റെ പിന്നാലെങ്ങനും കൂട്. മുറികൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പോരാഞ്ഞ് നല്ലൊരു അടുക്കളയും. അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? പരസ്യമായിട്ടല്ലല്ലോ താമസം. ഡേ ടൈമിൽ ജയകൃഷ്ണൻ ഓഫീസിലുണ്ടാവും. ബാക്കിയുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുക. തൽക്കാലം വേറെ ഒരു താമസം കിട്ടുന്നവരെ. എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ സംശയിച്ച് നിൽക്കുമ്പോൾ ആള് തുടരുന്നത് കേട്ടു. ഞാനും ഇവിടെ കൂടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തനിച്ച് താമസിക്കാൻ അമ്മ സമ്മതിക്കില്ല. പേടി. ഇനിയിപ്പോൾ ബൈക്ക് എടുത്ത് പോയില്ലേ? പോയി വരാം. പുറത്തിറങ്ങി വരുമ്പോൾ അച്ഛനും മറ്റുള്ളവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും താമസ സൗകര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു. പ്യൂണിനെ കൂടാതെ മുറിയിലുണ്ടായിരുന്നവർ ഫീൽഡ് അസിസ്റ്റൻ്റ് രാമകൃഷ്ണനും വസുന്ധരയുമാണ്. ഹംസ ഉൾപ്പെടെ എല്ലാവരും ദിവസവും പോയി വരുന്നവർ. തനിക്കാണ് ഏറെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഓഫീസർ നിർദ്ദേശിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതമായി. അതേ, ഇപ്പോൾ തൽക്കാലം നടക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുള്ളതുകൊണ്ട് പേടിക്കാനില്ല, ഹംസ പറഞ്ഞു. സാറിന് തനിച്ച് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ? രാമകൃഷ്ണൻ സാറിൻ്റെ ഊഴം. ആ സംബോധന കുറച്ചൊരു അരോചകമായിട്ട് തോന്നി. തന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആളാണ്. ഇല്ല. മറുപടി പറയുമ്പോൾ ഓർക്കുകയായിരുന്നു. തനിച്ചാണ് ഇന്നലെ വരെ കിടന്നിരുന്നത്. വീട്ടിലധികം മുറികളുണ്ടായിരുന്നില്ല. ഉമ്മറത്തെ കോലായിൽ പത്തായപ്പുറത്ത് പായ വിരിച്ചായിരുന്നു തൻ്റെ കിടപ്പ്. അച്ഛൻ്റെ മുഖത്ത് തീരെ തെളിച്ചമില്ലെന്ന് കണ്ടു. പുറപ്പെടുന്നതിനുള്ള ഉത്സാഹമൊന്നും ആ മുഖത്തപ്പോഴില്ല. നോക്കിയിരിക്കെ അച്ഛനകത്തേക്ക് നടന്നു. ഒപ്പം എഴുന്നേറ്റ് ചെന്നു. പ്യൂണും പിന്നാലെ കൂടി. പഴയ വീടായതുകൊണ്ട് പിന്നിലെ മുറികൾ കൂടുതലുണ്ടായിരുന്നു. വളം നിറച്ച ചാക്കുകൾ 2 മുറികളിലായിട്ട് അടുക്കി വെച്ചിരുന്നു. അടുക്കളയോട് ചേർന്നുള്ള ഒരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്. വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് മാത്രം. പൊടിയും മാറാലയും പഴയ ചാക്കുകളും കുന്നുകൂടി കിടക്കുന്നു. അടുക്കളയിൽ പെരുമാറുന്നതിൻ്റെ ലക്ഷണമുണ്ട്.
ഒരു സ്റ്റൗവും 1-2 അലുമിനിയം പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒരു ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇരിക്കുന്നത് കണ്ടു. ഒരു ചായ വേണമെങ്കിൽ കവല വരെ പോകണം. ഇവിടെ ഒരു കുപ്പിപ്പാൽ വാങ്ങി ഞങ്ങൾ തന്നെ ഇടും, ഹംസ വിശദീകരിച്ചു. പിന്നെ ജീരകവെള്ളം. എല്ലാം നോക്കി കാണുമ്പോൾ അയാൾ തുടർന്നു. ചോറും കറിയും വയ്ക്കാനുള്ള ഓരോ പാത്രവും ഓരോ ബക്കറ്റും കൂടി വാങ്ങിയ സംഗതി കുശാലെ. മറ്റു പാത്രങ്ങൾക്ക് ഇതൊക്കെ മതിയാവും സാറേ. ആ കൂടി കണ്ടിട്ട് തരക്കേടില്ലെന്ന് തോന്നി. കുളിക്കാൻ കിണറിനോട് ചേർന്ന് തന്നെ കുളിമുറിയുണ്ട്. കക്കൂസ് പറമ്പിൻ്റെ മൂലക്കിൽ. അടുക്കള മുറ്റത്തിറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ കൂടുതലുണ്ടെന്ന് കണ്ടത്. മുറ്റത്ത് പന്തൽ ഉയർന്നിരിക്കുന്നത് നേരത്തെ കണ്ണിൽ വീണിരുന്നു. അവിടെ എന്തോ ഒരു വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. കല്യാണ വീടാണ്. ഇന്നുച്ചയ്ക്ക് അടുത്തൊരു ദേവീക്ഷേത്രത്തിൽ വെച്ച മാലയിടൽ. ചോദിക്കാതെ തന്നെ ഹംസ വിശദീകരിച്ചു. തൊട്ടടുത്ത വീടാണ്. ജനാല തുറന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കാവുന്ന അകലെയുള്ളൂ. വേലിയാണതിര്. ഹംസ ഇതിനകം ബക്കറ്റ് കൊണ്ടുവന്ന് വെള്ളം കോരാൻ തുടങ്ങിയിരുന്നു. കിണറിൻ്റെ അരികിൽ ചെറിയ പ്ലാസ്റ്റിക് കൂടുകളിൽ പലതരം തൈകൾ, അടക്കയും ഷിമപ്ലാവും ചാമ്പയും ഒക്കെ തിരിച്ചറിഞ്ഞു. വെള്ളം കോരുന്നതിനിടയിൽ ഹംസ 1-2 തൊട്ടി വെള്ളം ഈ തൈയിലേക്ക് വീശിയെറിഞ്ഞു. ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും പറ്റില്ല കേട്ടോ, അസ്സല് വെള്ളമാണ്. വേനലാകുമ്പോൾ അയൽക്കാരൊക്കെ വന്ന് വെള്ളം കോരിക്കൊണ്ടുപോകും, ഹംസ പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും ഹാളിൽ വരുമ്പോഴേക്കും പുറത്തോരോ ആവശ്യങ്ങൾക്കായി ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. സബ്സിഡിക്കുള്ള അപേക്ഷ ഫോറം കൊടുക്കലും പൂരിപ്പിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കലും. ഇടയ്ക്ക് താനും ചെന്നുപെട്ടു. തൻ്റെ സംശയങ്ങൾ രാമകൃഷ്ണൻ സാറാണ് തീർത്തുന്നത്. ഉച്ചയായപ്പോഴേക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുവിധം പഠിപ്പിച്ചു കഴിഞ്ഞു. തിരക്കൊഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അന്വേഷിച്ചത്. പിൻവശത്തുണ്ടെന്ന് ഹംസ പറഞ്ഞു. ഒഴിഞ്ഞുകിടന്ന മുറി വൃത്തിയാക്കി തേച്ച് കഴുകിയായിരുന്ന ആൾ. മുണ്ട് മടക്കി കുത്തി വിയർത്തൊലിച്ചു നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ ഉള്ളിൽ ഉറവ് പൊട്ടി. എന്തു പണിയാ അച്ഛാ കാണിച്ചത്? ഞാൻ ചെയ്യുമായിരുന്നല്ലോ. എനിക്കെന്താ ചെയ്താലേ? ഇനിയൊരു തട്ടുപാടിയും പായും തലയണയും വാങ്ങണം. താഴെ കിടക്കണ്ട, എലികളുടെ ശല്യം ഉണ്ടാവും, അച്ഛൻ പറഞ്ഞു. വാങ്ങാം, ഇന്ന് തന്നെ വേണം. പിന്നെ ഒരു ടോർച്ചും. ഇരുട്ടത്തൊന്നും ടോർച്ച് കയ്യിലില്ലാതെ നടക്കരുത്. ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ടോർച്ച്? വേണം, എപ്പോഴും തലയ്ക്കും ഭാഗത്ത് വെച്ചേക്കണം. അതിനെ ടൗണിലേക്ക് കിട്ടുള്ളൂ. ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഇന്നോ? അച്ഛനെ മടങ്ങിപ്പോണ്ടേ? ഞാനിന്ന് പോകുന്നില്ല, അച്ഛൻ മറ്റങ്ങോ നോക്കി പറഞ്ഞു. ഇന്ന് ചെന്നില്ലെങ്കിൽ അമ്മ വിഷമിക്കുമെന്നറിയാം, പക്ഷെ അച്ഛനെ നിർബന്ധിക്കാനുള്ള മനസാന്നിധ്യം തനിക്കില്ല. ഓ, ഞാനെന്തായാലും രാവിലെ മടങ്ങുന്നുള്ളൂ, അച്ഛൻ തീർത്ത് പറഞ്ഞു. എതിർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നി. പെട്ടെന്നൊരു വേർപാടിന് തൻ്റെ മനസ്സും സന്നദ്ധമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് 1/2 ദിവസം പോലും ആയിട്ടില്ല. ഗ്രഹാതുരത്വം തന്നെ പിടികൂടിയിരിക്കുന്നു. അധ്യായം 30. അവസാനത്തെ അതിഥിയും യാത്ര പറഞ്ഞു പോയതിനു ശേഷമാണ് ശ്വാസമൊന്ന് നേരെ വിടാൻ കഴിഞ്ഞത്. വീടാകെ താറുമാറായി കിടക്കുന്നു. ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ തലേന്നും പിറ്റേന്നുമായി വീട്ടിലേക്ക് തന്നെ വന്നിരുന്നു. ആകെ ബഹളമായി തീർന്നിരിക്കുന്ന അന്തരീക്ഷം. ഒരിടത്തിരിക്കാനോ ഒന്ന് നടന്നു തീർക്കാനോ അവസരം കിട്ടിയിട്ടില്ല. ബന്ധുക്കളൊക്കെ അടുത്ത് കിട്ടിയപ്പോൾ പഴയ കുടുംബകഥകളും പറഞ്ഞു. അമ്മ അവരുടെ മധ്യത്തിലിരുന്നു. കല്യാണപ്പാറനായി അരുണയും സമപ്രായക്കാരും കൂടെ കൂടി. 10-25 ആൾക്കാർക്ക് അത്താഴമൊരുക്കുന്ന ചുമതല തനിക്കായി. രശ്മിയും ഒപ്പം ഉണ്ടായിരുന്നത് ഒരു ആശ്വാസമായിരുന്നു. കറിക്കൊക്കെ അരിഞ്ഞു തന്നത് അവളുടെ അമ്മയാണ്. അന്ന് രാത്രി എപ്പോഴോ ഒരിക്കൽ രശ്മി ചോദിച്ചു, സ്വപ്ന, ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ? എന്തേ എന്ന മട്ടിൽ ആ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലെങ്കിലും തുറന്ന് നാവനക്കാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. വാചാലമായ ആ മൗനം നീണ്ടുപോയപ്പോൾ തനിക്ക് നിർബന്ധിക്കേണ്ടി വന്നു. എന്താ നീ ചോദിക്കാൻ വന്നത്? പറയ്. കുറേ ദിവസമായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ടും മുഖവുരയിൽ തന്നെ നിൽക്കുകയാണ് രശ്മി. വിചാരിച്ചാൽ മാത്രം പോരല്ലോ, ചോദിക്ക്. മൗനം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ജീവിതമാണോ നീ സ്വപ്നം കണ്ടിരുന്നത്? ആ വാക്കുകൾ ഹൃദയത്തിൽ തൊട്ടു. പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. തൻ്റെ മുഖം മ്ലാനമാവുന്നുണ്ടായിരുന്നു. സോറി സ്വപ്ന, ഞാനൊന്നും ഓർത്തോണ്ടല്ല ചോദിച്ച്, മറന്നുകള. ആ മുഖത്ത് കാളിമ പടർന്നിരുന്നു. സാരമില്ല, എന്തായാലും എന്നെ ഒന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലെന്നായിരുന്നു. അടുക്കളയിലെ നിശബ്ദത തളം കെട്ടി നിന്നു. അടുപ്പത്ത് നിന്നും കറികളിറക്കി വെച്ച് കടുക് വറുത്തിടുന്നവരെ ആരും ഒന്നും മിണ്ടിയില്ല. പിന്നീട് രശ്മി തന്നെയാണ് മൗനം ഭജിച്ചത്. സത്യത്തിൽ എനിക്കൊരു കടുത്ത പശ്ചാത്താപമുണ്ട് സ്വപ്ന. ഒന്നിനും കൂട്ടു നിൽക്കരുതായിരുന്നു. അവളുടെ ഒച്ച പതറി. എന്താ അങ്ങനെ തോന്നാൻ? എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയണമെന്ന് കരുതി പരുന്നു. അത് വെറും പാഴ്വാക്കാണ്. നിന്റെ മുഖം കാണുമ്പോഴറിയാലോ മനസ്സിലെന്താണുള്ളതെന്ന്. അതൊക്കെ മാറും രശ്മി. എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ആത്മവിശ്വാസത്തിൻ്റെ ഉൾക്കനമുണ്ടായിരുന്നു തൻ്റെ സ്വരത്തിൽ. അങ്ങനെയാണ് എൻ്റെയും പ്രതീക്ഷ. നീ ഏട്ടനോടൊപ്പം സുഖമായി കഴിയുന്നതും കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ആ സംസാരം തുടരാനായില്ല.
ഊണ് കാലമായോ എന്ന് ചോദിച്ചുകൊണ്ട് അരുൺ വന്നു. പിന്നീട് അതിഥികൾക്ക് വിവാഹ സദ്യ ഒരുക്കുന്നവർക്കും അത്താഴം വിളമ്പുന്നതിൻ്റെ കോലാഹലമായിരുന്നു. രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ കിടക്കുന്നിടത്ത് അനിലയും മറ്റു കുട്ടികളും നേരത്തെ തന്നെ കിടന്നിരുന്നു. അരുണയുടെ കിടക്കയിലും ഒഴിവുണ്ടായിരുന്നില്ല. നിലത്തൊരു ഷീറ്റ് വിരിച്ച് തലചായ്ക്കേണ്ടി വന്നു. സദ്യ ഒരുക്കുന്നിടത്തായിരുന്നു അരുണിൻ്റെ മേൽനോട്ടം. സത്യത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് അരുണ യാത്ര ചോദിച്ചു പോയി കഴിഞ്ഞാണ് എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിൻ്റെ വെളിച്ചം വീണത്. ഒരു കല്യാണം ഉറച്ചു കിട്ടാൻ തന്നെ 4-5 മാസത്തെ സമയമെടുത്തു. ആലോചനകൾ നിരവധി ഉണ്ടായെങ്കിലും അനിത വരുത്തിവെച്ച അപമാനം ഒരു ശാപം പോലെ അരുണയെ പിന്തുടർന്നു. കാണാൻ തെറ്റില്ലായിരുന്നിട്ടും പലരുടെയും മുൻപിൽ അണിഞ്ഞൊരുങ്ങി ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഗതികേട് അരുണയ്ക്കുണ്ടായി. ഉറയ്ക്കുമെന്ന് കരുതിയ പല ആലോചനകളും മുടങ്ങി. അമ്മയുടെ ഈർഷ്യ മുഴുവൻ തന്നോടായിരുന്നു. അരുൺ പോയും വന്നും നിൽക്കുകയായിരുന്നതുകൊണ്ട് താൻ പറഞ്ഞല്ലാതെ മറ്റൊന്നും അറിയുമായിരുന്നില്ല. അനുഭവിച്ചതിൻ്റെ ഏറിയ ഭാഗവും പറഞ്ഞില്ല. വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. അമ്മയെ ഏട്ടനെയും ദ്രോഹിച്ചതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയാണെന്ന് കരുതി. കല്യാണമൊന്നും ഉറക്കാതിരുന്നപ്പോൾ അരുണ മൂകയായി മുറിയുടെ മൂലയിൽ ചടഞ്ഞുകൂടുകയായിരുന്നു. അപ്പോഴൊക്കെ അത് എത്ര ഭാഗ്യവതിയാണെന്ന് താൻ കരുതി. അഷ്റഫിൻ്റെ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് അവർ തനിച്ച് വീടെടുത്ത് താമസിക്കുകയാണെന്നും അരുൺ അന്വേഷിച്ചറിയുകയുണ്ടായി. അവൾക്ക് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അമ്മ അനിതയെക്കുറിച്ച് എപ്പോഴും പറയായിരുന്നു. ഒപ്പം അരുണിൻ്റെ മേൽ പഴിചാരും. എല്ലാം കേൾക്കേണ്ടി വന്നത് തനിക്കാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛനൊന്നും അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. വീട്ടിലുള്ളപ്പോൾ സദാസമയവും ചാരുകസരയിൽ ചടഞ്ഞുകൂടി. മുൻപ് പറമ്പിൽ എന്തെങ്കിലും കൃഷിപ്പണികൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായി. അരുണിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരേ ഒരു ആഗ്രഹമുള്ളൂ സ്വപ്ന. അരുണയുടെ കല്യാണം ഒന്ന് നടന്നു കാണണം. എപ്പോഴും പറയും. 2 ദിവസത്തെ അവധിക്ക് ആൾ വന്നാൽ തന്നെ വീട്ടിലിരിക്കുന്നത് ചുരുക്കമായി. സഹോദരിക്ക് ചെറുക്കനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മുഖ്യ ജോലി. തനിക്കത് കാണാൻ കിട്ടുക അപൂർവമായി. പണ്ടേ തന്നെ സ്വകാര്യതയുടെ നിമിഷങ്ങൾ നഷ്ടമായിരിക്കുന്നു. മാറിയ ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുകയായിരുന്നു അരുണും. പരിഭവങ്ങളും പരാതികളുമില്ല. വാടക വീട് അന്വേഷിച്ചതൊക്കെ എന്നോ കണ്ടുമറന്ന സ്വപ്നങ്ങളായി തീർന്നിരിക്കുന്നു. ഒടുവിൽ അരുണിൻ്റെ ആത്മസുഹൃത്ത് മുരളിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ അങ്ങോട്ട് ചെന്ന് ആലോചിക്കേണ്ടി വന്നു. ആ പാഴ്സൽ ഓഫീസിലെ ഒരു ക്ലർക്കായിരുന്നു രമേശ്. തരക്കേടില്ലാത്ത ജോലിയും ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെയുള്ള ഒരു കുടുംബം. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഒരനുജനും മറ്റൊരു സഹോദരിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രാരാബ്ധങ്ങളൊന്നുമില്ല. അനിത വരുത്തിവെച്ച നാണക്കേട് അവർക്കറിയാം. ഇടനിലക്കാരനായി നിന്ന മുരളി അത് മുൻകൂട്ടി രമേഷിനോട് പറയുകയും ചെയ്തു. അരുണയെ വന്നു കണ്ട രമേഷിനും തൃപ്തിക്കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ അച്ഛൻ സ്ത്രീധനം പറഞ്ഞിരുന്നതിൽ നിന്നും 5 പവൻ കൂടി അധികം വേണമെന്ന് നിർബന്ധത്തിൽ ഉറച്ചു നിന്നു. ഓഹരി തുക കൊടുക്കുന്നവരെ വീടും പറമ്പും ഈട് നൽകണമെന്നായിരുന്നു മറ്റൊരു നിബന്ധന. 15 പവനാണ് അരുണയ്ക്ക് പറഞ്ഞിരുന്നത്. അത് ചിട്ടി പിടിച്ച് ലോൺ എടുത്തും വേണം ഒപ്പിക്കാൻ. അമ്മയാണ് അത്രയും കൊടുക്കാൻ കഴിയുമെന്ന് അരുണിനോടും മുരളിയോടും പറഞ്ഞത് തന്നെ. വീട് ഈട് കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ 5 പവൻ്റെ കാര്യം ഒരു കീറാമുട്ടയായി. അധികം വേണമെന്ന് വാശി പിടിച്ചാൽ ഇത് വേണ്ടെന്ന് വയ്ക്കുകയേ നിവൃത്തിയുള്ളൂ. വിവരം മുരളിയിൽ നിന്നും അറിഞ്ഞു വന്ന അരുണിൻ്റെ മുൻപിൽ അച്ഛൻ നിസ്സഹായത തുറന്നു കാട്ടി. നിരാശ പടർന്നു കിടന്നിരുന്നു അരുണിൻ്റെ മുഖത്ത്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു? ദൈന്യത നിറഞ്ഞു നിന്ന അമ്മയുടെ സ്വരം. പിന്നെ ഞാനെന്ത് വേണം? നിന്റെ കയ്യിലുണ്ടോ 5 പവൻ കൂട്ടിക്കൊടുക്കാൻ? അച്ഛൻ ശബ്ദം ഉയർത്തി. അകത്തു നിന്നിരുന്ന അരുണയുടെ കണ്ണുകൾ ചുവന്നു വന്നു. മുരളി ഇടപെട്ടതുകൊണ്ട് ഈ ബന്ധമെങ്കിലും ഉറച്ചു കിട്ടുമെന്ന് അവൾ ആശിച്ചിട്ടുണ്ടാവും. താൻ അടുത്ത് നിന്നത് കാരണം കരച്ചിലടക്കി അവൾ അടുക്കള വശത്തേക്ക് പോയി കളഞ്ഞു. ഉമ്മറത്ത് കനത്ത നിശബ്ദത നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്താണൊരു പോം വഴി എന്ന് ആലോചിക്കുകയാണ് എല്ലാവരും എന്ന് തോന്നി. അരുൺ തലേ രാത്രി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വിവരമറിയാൻ രാവിലെ ഇറങ്ങിപ്പോയതാണ്. മുരളി രമേഷിനെയും കുട്ടി അരുണയെ കാണാൻ വന്നു പോയിട്ട് ഒരാഴ്ചയാകുന്നു. പിറ്റേന്ന് തന്നെ വിവരം അറിയാൻ ചെന്ന അച്ഛനെ മുരളി അരുൺ വരട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. സ്വർണം അധികം വേണമെന്ന കാര്യം അച്ഛനോട് പറയാൻ മുരളിക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്ക്. അമ്മയാണ് നിശബ്ദതയെ ആട്ടി അകറ്റിയത്. എന്ത് തീരുമാനമെടുക്കാൻ? 5 പവൻ തന്നെ വേണ്ടേ? അച്ഛൻ ചോദിച്ചു. വേണം. അതിവൻ വിചാരിച്ചാൽ നടക്കും. അമ്മയുടെ സ്വരത്തിൽ അസാധാരണമായ എന്തോന്ന് നെള്ളിച്ചു. ഞാനോ? അരുണിൻ്റെ ചോദ്യത്തിൽ ഉദ്യോഗം. ഉവ്, നീ തന്നെ. നിങ്ങൾ 2 പേരും കൂടി വിചാരിച്ച 5 പവൻ അവൾക്ക് കൊടുക്കാം. അമ്മ എന്തോ മനസ്സിൽ കണ്ട മട്ടുണ്ടായിരുന്നു. അവരെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അരുണ് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അരുൺ അർദ്ധോക്തിയിൽ നിർത്തി. നിന്റെ പെങ്ങളെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ മതി. ഓരോ കുടുംബങ്ങളിൽ നിന്നും തനിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊടുത്ത് ആങ്ങളമാരെ പെങ്ങളമാരെ കെട്ടിച്ചയക്കുന്നു. ഇവിടെ 5 പവൻ ഒപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടോ? അമ്മ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. മനസ്സ് തരിച്ചു നിന്ന് പോയത് തൻ്റെയാണെന്ന് സ്വപ്നം ഓർത്തു. അനിത കൊണ്ടുപോയതിന് പുറമെയായിരുന്നു ആ ആവശ്യം. അവശേഷിക്കുന്നത് കഴുത്തിൽ സദാ അണിഞ്ഞിരിക്കുന്ന നീണ്ട ചെയിനും 3 വളകളായിരുന്നു.
അതിലായിരുന്നു അവരുടെ നോട്ടമെന്ന് തോന്നി. അരുൺ പെട്ടെന്നൊരു മറുപടി പറയുകയുണ്ടായിരുന്നില്ല. പിന്നെ തന്നോട് പറയാനും അരുണ് നന്നേ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് മുരളിയോട് മറുപടി പറയേണ്ടിയിരിക്കുന്നതുകൊണ്ട് നിൽക്കക്കളില്ലാതെയാണ് പറഞ്ഞത്. ആ നിമിഷവും കാത്തിരിക്കുകയാണ് താനും. പണയം വെച്ച വളകളും നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം. ഒരാമുഖത്തോടെയാണ് അരുൺ തുടങ്ങി വെച്ചത്. പിന്നീട് 5 പവൻ കൊടുക്കാനാവാതെ ഈ ബന്ധവും കൂടി നടക്കാതെ പോയാലുള്ള ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. സ്വപ്ന മനസ്സൊക്കെ ആണെങ്കിൽ നടക്കുമെന്ന് കൂടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തനിക്ക് എതിർക്കാൻ പോയില്ല. അരുണിന് വേണ്ടാത്തത് തനിക്കെന്തിനാണെന്ന് തോന്നി. തൽക്കാലം ഇതുപോലുള്ള ഇമിറ്റേഷൻ മാല വാങ്ങിയിടാം. അതും അമ്മയുടെ ഉപദേശമായിരുന്നു. കഴുത്തിൽ കിടന്ന ചെയിനൊന്നും മിനുക്കാൻ വേണ്ടി ഊരിക്കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. പക്ഷെ മനസ്സ് അതിയായി വേദനിച്ചത് പണയം വെച്ചിരുന്ന വളകൾ അരുണയ്ക്കിടാൻ വേണ്ടി അമ്മ എടുപ്പിച്ചിരുന്നപ്പോഴാണ്. അവർ നേരത്തെ തന്നെ രൂപ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് അറിയുന്നത് തന്നെ. അതെടുക്കാൻ അരുൺ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വെറുതെ തർക്കിച്ചു നിന്നപ്പോൾ ബാക്കി തുക കൂടിയിട്ടിട്ട് നീ ഒരു പുതിയ വള വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ അരുണിൻ്റെ നാവടക്കി. ഞാനിത് നേരത്തെ മനസ്സിൽ കണ്ടിരുന്ന, ഇതും കൂടി കൂട്ടിയ 15 പവൻ പറഞ്ഞ്. അല്ലാതെ ഞാനോ നിൻ്റെ അച്ഛനോ വിചാരിച്ച അത്രയും പവനൊന്നും നിൻ്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അറുത്തുമുറിച്ചായിരുന്നു അമ്മയുടെ സംസാരം. ചേതനയേറ്റവനെ പോലെ നിൽക്കുകയായിരുന്നു അരുൺ. കല്യാണത്തിന് ഇനി 3-4 ദിവസം കൂടിയേ ഉള്ളൂ. ബാക്കി സ്വർണ്ണമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിട്ടി പിടിച്ച തുക അന്നാണ് കയ്യിൽ കിട്ടിയത്. അരുൺ വന്നിട്ട് ഡ്രസ്സും ആഭരണങ്ങളും എടുക്കാൻ പോകാമെന്ന് കരുതി ഉത്സാഹഭരിതരായിരിക്കുകയായിരുന്നു അരുണയും താനും ഒക്കെ. വിക്ഷോഭം ഉള്ളിലടക്കി പിടിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ അരുൺ നടന്നതെന്ന് തോന്നി. പണയം എടുത്തതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം തന്നോട് സംസാരിച്ചതുമില്ല. ആ മുഖം കാണുമ്പോൾ അതൊരു പ്രശ്നമാക്കി എടുക്കരുതെന്ന് താനും കരുതി. രാത്രി അരുണിന് പോകേണ്ടതാണ്. കല്യാണം പ്രമാണിച്ച് ലീവ് അധികം നീട്ടിക്കിട്ടുമായിരുന്നില്ല. അരുണിയെ യാത്രയാക്കിയിട്ട് വന്നു കിടക്കുന്നതാണ് ആള്. ഇതുവരെ എഴുന്നേറ്റില്ല. തലേ രാത്രി ഉറക്കളച്ചൻ്റെ ക്ഷീണവും ദിവസങ്ങളായുള്ള അലച്ചിലും അരുണിനെ നന്നായിട്ട് തളർത്തിയിട്ടുണ്ട്. വാച്ചെടുത്ത് നോക്കി. മണി 8 പോകുന്നു. 9 കവലയിൽ നിന്നും ലാസ്റ്റ് ബസ്. കടുപ്പത്തിലൊരു കാപ്പി തയ്യാറാക്കിയിട്ട് അരുണിനെ വിളിക്കാമെന്ന് കരുതി. നല്ലതുപോലെ ക്ഷീണമുണ്ടായിരുന്നിട്ടും അടുക്കളയിലേക്ക് നടന്നു. ലക്ഷ്മിയമ്മയെ ഓർത്തുപോയ നിമിഷങ്ങൾ. എന്താണ് ആവശ്യമെന്ന് ഒന്ന് സൂചിപ്പിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. ആ നിമിഷം തന്നെ പാകം ചെയ്ത് ലക്ഷ്മിയമ്മ മുന്നിലെത്തിക്കുമായിരുന്നു. ആഹാരങ്ങൾ കഴിക്കേണ്ടെന്ന ചുമതലയെ തനിക്കും രമ്യയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. ചായയും കാപ്പിയും തയ്യാറാക്കിയതും പഠിച്ചതൊക്കെ ഈ അടുക്കളയിൽ നിന്നാണ്. ഈയിടെയായി ചട്ടിയും കലവൊക്കെ തേക്കുന്ന ജോലിയും തൻ്റെ ചുമലിലായിരിക്കുന്നു. 3-4 ദിവസം മുൻപ് വരെ അരുണയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഈയിടെയായി കൂടെ നടുവേദന വരാറുണ്ട്. അടുക്കള ജോലിയുള്ള സമയത്താണ് അത് ഏറെയും. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ.